ഡൽഹി വംശഹത്യാ ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ നിന്ന് ഡൽഹി ഹൈക്കോടതി ജഡ്ജി അമിത് ശർമ്മ പിന്മാറാനുള്ള കാരണമൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ജസ്റ്റിസ് പ്രതിഭ എം സിംഗ്, അമിത് ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കേണ്ടിയിരുന്നത്. ജാമ്യം നൽകാൻ വിസമ്മതിച്ച വിചാരണ കോടതിയുടെ സമീപകാല ഉത്തരവിനെതിരെയായിരുന്നു ഹർജി. മറ്റൊരു ബെഞ്ച് ജൂലൈ 24-ന് ഹർജി വീണ്ടും പരിഗണിക്കും. സ്ഥിരം ജാമ്യം തേടിയുള്ള ഉമർ ഖാലിദിന്റെ ആദ്യ ഹർജി 2022 മാർച്ചിലാണ് സമർപ്പിച്ചത്. ഇത് വിചാരണ കോടതി തള്ളി. മെയ് 28-ന് രണ്ടാമത്തെ ജാമ്യാപേക്ഷയും വിചാരണ കോടതി തള്ളി. സുപ്രീം കോടതിയിൽ നിന്ന് ഇളവ് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പിൻവലിച്ചതിന് പിന്നാലെയാണ് ഉമർ ഖാലിദ് പുതിയ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. 2022 ഒക്ടോബറിൽ തനിക്ക് ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനത്തെ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. ഡൽഹി വംശഹത്യയിലേക്ക് നയിച്ച സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് 2020 സെപ്റ്റംബർ 13-നാണ് ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തത്. മതവികാരം വ്രണപ്പെടുത്തിയെന്നും രാജ്യതലസ്ഥാനത്ത് കലാപം അഴിച്ചുവിടാൻ ഗൂഢാലോചന നടത്തിയെന്നുമായിരുന്നു ആരോപണം. അന്നുമുതൽ ജയിലിൽ കഴിയുകയാണ് അദ്ദേഹം. UAPAയ്ക്കൊപ്പം ആയുധ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. അതിനിടെ 2022 ഡിസംബറിൽ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കർശന ഉപാധികളോടെ ഒരാഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം ഉമർ ഖാലിദിന് അനുവദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ.